പൈവളികെ ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് മുളിഗദ്ദയിൽ ഇത്തവണ തീപാറും പോരാട്ടം. തുടർച്ചയായി 20 വർഷം BJP മാത്രം വിജയിക്കുന്ന വാർഡ് ഇത്തവണ ഏതുവിധേനയും പിടിച്ചെടുക്കുവാനാണ് LDF ലക്ഷ്യമിടുന്നത്. ഇതിനായി DYFIയുടെ മേഖലാ സെക്രട്ടറി സക്കരിയ ബായാറിനെയാണ് വാർഡിൽ കളത്തിലിറക്കിയിരിക്കുന്നത്. മികച്ച പ്രചരണവുമായി സക്കരിയ ബായാർ വാർഡിൽ സജീവമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ABC ഗ്രൂപ്പ്, ABC സെയിൽസ് കോർപ്പറേഷൻ, BC റോഡ്, കാസർഗോഡ്. കനത്ത പോരാട്ടത്തിന് വേദിയാകാറുള്ളതിനാൽ പൈവളികെ ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡായ മുളിഗദ്ദെ വാർഡ് ഇത്തവണയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധാകേന്ദ്രമാണ്. 20 വർഷമായി BJP കൈയടക്കി വെച്ചിരിക്കുന്ന വാർഡിൽ ഇത്തവണ ചക്രവ്യൂഹം ഭേദിച്ച് വിജയഭേരി മുഴക്കാറാകുമെന്ന പ്രതീക്ഷയാണ് LDFിനുള്ളത്. അതിനാലാണ് DYFIയുടെ മേഖലാ സെക്രട്ടറി സക്കരിയ ബായാർ എന്ന പ്രബലനെ തന്നെ LDF ഇവിടെ കളത്തിലിറക്കിയത്. 2020 ഈ വാർഡിൽ കടുത്ത മത്സരം കാഴ്ചവെച്ച LDF വിരലിലെണ്ണാവുന്ന വോട്ടിനാണ് പരാജയപ്പെട്ടത്. ഇത്തരത്തിൽ എല്ലായ്പ്പോഴും കപ്പിനും ചുണ്ടിനുമിടയ്ക്ക് വിജയം നഷ്ടപ്പെടുന്ന വാർഡിൽ ഇത്തവണ മികച്ച പോരാട്ടവീര്യം കാഴ്ചവെച്ച് വിജയിക്കുവാനായാൽ LDFിനത് ചരിത്ര നേട്ടമാകും. വാർഡ് വിഭജനത്തിന്റെ ഭാഗമായി BJP ശക്തി കേന്ദ്രങ്ങൾ മറ്റ് വാർഡിലേക്ക് മാറിയത് LDFിന് പ്രതീക്ഷയുണർത്തുന്നതാണ്. BJPയുടെ 400ഓളം വോട്ടുകളാണ് ഇത്തരത്തിൽ മറ്റ് വാർഡിലേക്ക് മാറിയതെന്നാണ് LDF അവകാശപ്പെടുന്നത്. ശക്തമായ പ്രചരണ പരിപാടികളാണ് വാർഡിൽ നടത്തുന്നതെന്നും ഇത്തവണ മികച്ച വിജയപ്രതീക്ഷയാണുള്ളതെന്നും LDF പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ വിനയ് കുമാർ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് LDF 6-ാം വാർഡ് പൈവളികെ പഞ്ചായത്തിലെ 6-ാം വാർഡ് സ്ഥാനാർത്ഥിയുടെ പ്രചരണം അവസാന ഘട്ടത്തിലാണ്. തെരഞ്ഞെടുപ്പിൻ്റെ 3-ാം ഘട്ടം എന്ന നിലയിൽ സ്ഥാനാർത്ഥി 3-ാം പ്രാവശ്യമാണ് നമ്മുടെ LDF പ്രവർത്തകരും സ്ഥാനാർത്ഥികളും പ്രചരണമായ വീടുകൾ സന്ദർശിക്കുന്നത്. നല്ല ആത്മവിശ്വാസത്തോടെയാണ് LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2005 മുതൽ തുടർച്ചയായി 20 വർഷക്കാലം BJP ആണ് ഈ പഞ്ചായത്തിലെ 6-ാം വാർഡ്, നിലവിലെ മുളിഗദ്ദെ വാർഡ് ഭരിക്കുന്നത്. അപ്പോൾ BJP മാത്രം ഭരിക്കുന്ന വാർഡിൽ 2015 ഇടതുപക്ഷം നല്ല പോരാട്ടം നയിക്കുകയും 280ഓളം വോട്ടിലാണ് 2015 ഇടതുപക്ഷം പരാജയപ്പെട്ടത്. കഴിഞ്ഞ തവണ കടുത്ത മത്സരം SC സംവരണ സീറ്റിൽ കടുത്ത മത്സരമാണ് ഇടതുപക്ഷം BJP എതിരിട്ടത്. കേവലം വിരലെണ്ണാവുന്ന വോട്ട് 50-ൽ താഴെ വോട്ടിലാണ് നമ്മൾ പരാജയപ്പെട്ട് വീണ്ടും 2-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത്. ഇപ്രാവശ്യം പഞ്ചായത്തിലെ മൊത്തമായി, നമ്മുടെ കേരളത്തിലെ മൊത്തമായും പഞ്ചായത്തിലും വാർഡ് വിഭജനങ്ങൾ, വാർഡ് ഡീലിമിറ്റേഷൻ കൃത്യമായി നടന്ന ഘട്ടമാണ്. വാർഡ് വിഭജനത്തിൽ ഈ വാർഡിലെ 400ഓളം വോട്ടുകൾ ഭൂരിപക്ഷം BJP ശക്തി കേന്ദ്രങ്ങളായ താൽത്താജ്, കുളിയാർ പോലുള്ള BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നും 400ഓളം വോട്ടുകളാണ് തൊട്ടടുത്ത വാർഡിലേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ വാർഡ് വിഭജനത്തിലൂടെ LDFിന് നല്ല വിജയപ്രതീക്ഷയോട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് LDF നേരിടുന്നത്. ഈ നാട്ടിലെ BJPയും സംഘപരിവാറിൻ്റെ വർഗീയ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരെ മുഴുവൻ ജനവിഭാഗങ്ങൾ ഒരുമിച്ച് വാർഡിലെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലാണ് നമ്മുടെ ഈ നാട്ടിലെ സകലമാന മതനിരപേക്ഷവാദികൾ. നാട്ടിലെ നല്ലവരായ ന്യൂനപക്ഷം ഉൾപ്പെടെയുള്ള വിഷയത്തിൽ ഇടപെടുന്ന നല്ല മതനിരപേക്ഷവാദികളായ ഈ നാട്ടിലെ സകല ജനങ്ങളെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി സക്കരിയ ബായാറിനെ നമ്മുടെ ചുറ്റിക അരിവാൾ നക്ഷത്ര അടയാളത്തിലാണ് വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും സർവ്വസജ്ജമായത്. ഈ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയപ്രതീക്ഷയാണ് LDFിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളും നമ്മുടെ ഈ വാർഡിനകത്തുള്ള LDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് ഉള്ളത്. അതുകൊണ്ട് എല്ലാവരും ഇനി വരുന്ന ദിവസങ്ങളും കൂടി നമുക്ക് പ്രചരണം ഉൾപ്പെടെ കൃത്യമായ 3 ഘട്ടമാണ്. 4-ാം ഘട്ടം 4 മുതൽ തുടങ്ങുകയാണ്. അപ്പോൾ LDF സ്ഥാനാർത്ഥി നല്ല വിജയത്തോടെയാണ് ഈ വാർഡിൽ, BJP ഭരിക്കുന്ന വാർഡിൽ BJPയുടെ വാർഡ് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മളെല്ലാവരും. പൈവളികെ ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡ് മുളിഗദ്ദയിൽ നിന്നാണ് പാർട്ടി LDF സ്ഥാനാർത്ഥിയായി എന്നെ തീരുമാനിച്ചത്. തുടർച്ചയായിട്ട് 20 വർഷമായി BJP മാത്രം വിജയിക്കുന്ന ഒരു വാർഡാണ് ബായാർ മുളിഗദ്ദെ. തുടർച്ചയായിട്ട് 20 വർഷം വിജയിക്കുന്നു എന്ന് മാത്രമല്ല, ആ വാർഡിൽ നിന്ന് 2 തവണ തുടർച്ചയായിട്ട് ജയിച്ച BJP സ്ഥാനാർത്ഥികളാണ്, മെമ്പർമാരാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത്. എന്നിട്ടും ഒരു സമഗ്രമായ വികസനം നടത്താൻ ആ വാർഡിലെ BJP മെമ്പർമാർക്ക് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇത്തവണ
ഗ്രാമപഞ്ചായത്തിൽ കൂടുതലും യുവാക്കൾക്ക് ഏറെ പ്രാധാന്യം കൊടുത്തിട്ടാണ് LDF ആ കളത്തിലേക്ക് ഇറങ്ങുന്നത്. തീർച്ചയായിട്ടും നല്ല ആത്മവിശ്വാസമുണ്ട്. വൻ ഭൂരിപക്ഷത്തിൽ പൈവളിക്ക ഗ്രാമപഞ്ചായത്ത് LDF സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും പൈവളിക്ക ഗ്രാമപഞ്ചായത്ത് LDF ഭരിക്കുകയും ചെയ്യുമെന്ന ആത്മവിശ്വാസമുണ്ട്. അതിന് പ്രത്യേക കാരണമുണ്ട്. ഫാഷിസ്റ്റ് വർഗീയ ശക്തികളായ BJP ഈ പഞ്ചായത്തിൽ ഭരണം വരാതിരിക്കാൻ വേണ്ടി കൂടുതൽ പൈവളിക്ക ഗ്രാമപഞ്ചായത്തിലെ ആളുകൾ ഇടതുപക്ഷത്തെയാണ് തിരഞ്ഞെടുക്കുന്നത്. കാരണം അവർക്ക് നല്ല ഉത്തമ ബോധമുണ്ട്. പൈവളിക്ക ഗ്രാമപഞ്ചായത്തിൽ ഭരണം അത് BJP വരാതിരിക്കണമെങ്കിൽ ഇടതുപക്ഷം ജയിക്കണമെന്ന ഉത്തമ ബോധം പൈവളിക്ക ഗ്രാമപഞ്ചായത്തിലെ നല്ലവരായ വോട്ടർമാർക്കുണ്ട്. നല്ല ആത്മവിശ്വാസമുണ്ട്. വിജയിച്ചു കഴിഞ്ഞാൽ നാടിന്റെ വികസനത്തിന് പ്രാധാന്യം നൽകിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമെന്ന് സ്ഥാനാർത്ഥിയായ സക്കരിയ ബായാർ ഉറപ്പ് നൽകുന്നു. മുന്നണികൾ പ്രചരണ പ്രവർത്തനങ്ങളുമായി വാർഡിൽ സജീവമായതോടെ മുളികതയിൽ തെരഞ്ഞെടുപ്പാവേശം നിറയുകയാണ്. വീടുകളിൽ കയറിയിറങ്ങിയും കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചും പൊതുയോഗങ്ങൾ നടത്തിയുമെല്ലാം സ്ഥാനാർത്ഥികൾ തങ്ങളുടെ വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.